DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ജൂൺ മാസത്തിൽ ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ് അടുത്ത 2 മാസത്തേക്ക് പലിശ ഭാരം കൂടില്ല എന്നതാണ്. പശ്ചിമേഷ്യൻ സംഘർഷം മൂലമുള്ള അനിശ്ചിതത്വം തുടരുകയാണെങ്കിലും അടിസ്ഥാന പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് പണനയ സമിതി ജൂൺ 5 കൂടിയ യോഗത്തിൽ തുടർച്ചയായ 3-ാം തവണയും മാറ്റം വരുത്തിയില്ല. റിസർവ് ബാങ്ക് രാജ്യത്തെ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കായ റിപ്പോ നിരക്ക് 5.25% തുടരുമെന്നതിനാൽ അടുത്ത 2 മാസത്തേക്ക് ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് മാറില്ല. സംഘർഷം എത്രകാലം തുടരുമെന്ന കാര്യത്തിലടക്കം വ്യക്തതയില്ലാത്തതിനാലാണ് പലിശ നിരക്കിൽ മാറ്റം വരുത്താതിരുന്നത്. ഇന്ധനവിലയും മറ്റും കൂടുന്നതിനാൽ വളർച്ച കുറയുകയും വിലക്കയറ്റം കൂടുകയും ചെയ്യുമെന്നാണ് RBIയുടെ വിലയിരുത്തൽ. നടപ്പു സാമ്പത്തിക വർഷത്തെ വളർച്ചാനുമാനം 6.9% നിന്ന് 6.6% RBI കുറച്ചിട്ടുണ്ട്. വിലക്കയറ്റം സംബന്ധിച്ച അനുമാനം 4.6% ആയിരുന്നത് 5.1% കൂട്ടുകയും ചെയ്തു. ഇക്കാരണത്താൽ ഇനിയുള്ള 1-2 MPC യോഗങ്ങളിൽ പലിശ നിരക്ക് ഉയർത്തിയേക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. രണ്ടാമത്തെ അറിയിപ്പ് റിസർവ് ബാങ്ക് പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം നൽകിയിരുന്ന ഒരു മുന്നറിയിപ്പാണ്. പണം കൈമാറുന്നതിനായി നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കുവാൻ മറ്റാരെയും അനുവദിക്കരുത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ മറ്റുള്ളവർക്ക് പണം സ്വീകരിക്കാനോ ഫോർവേഡ് ചെയ്യാനോ അനുവദിക്കുന്നത് നിങ്ങളെ ജയിലിൽ എത്തിച്ചേക്കാമെന്നാണ് റിസർവ് ബാങ്കിന്റെ അറിയിപ്പിൽ പറയുന്നത്. പല സൈബർ തട്ടിപ്പുകളിലൂടെയും ഓൺലൈൻ തട്ടിപ്പുകളിലൂടെയും നേടുന്ന നിയമവിരുദ്ധമായ പണം കമ്മീഷൻ വാങ്ങി സ്വന്തം അക്കൗണ്ടിലൂടെ പിൻവലിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫോർവേഡ് ചെയ്യുന്നതിനോ പല ചെറുപ്പക്കാരും അനുവദിക്കുന്നുണ്ട്. മാസം 5000-ഓ 10000-ഓ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഇത്തരം ശതമാനമോ എന്ന രീതിയിൽ കമ്മീഷൻ വാങ്ങിയൊക്കെയാണ് പലരും അക്കൗണ്ടുകൾ ഉപയോഗിക്കുവാൻ നൽകുന്നത്. എന്നാൽ സൈബർ തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ തട്ടിയെടുത്ത പണം പിൻവലിക്കുകയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്ത അക്കൗണ്ടുകൾ കണ്ടെത്തുകയും അക്കൗണ്ട് ഉടമകളെ അറസ്റ്റ് ചെയ്ത് കേസിൽ പ്രതിയാക്കി നിയമ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും. മണിമ്യൂൾ എന്നാണ് ഇത്തരം അക്കൗണ്ട് ഉടമകളെ പറയുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി നിയമവിരുദ്ധമായി സമ്പാദിച്ച പണം കൈമാറ്റം ചെയ്യുകയോ നീക്കുകയോ ചെയ്യുന്ന വ്യക്തിയാണ് മണിമ്യൂൾ. ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് റിസർവ് ബാങ്കിന്റെ മുന്നറിയിപ്പ്. നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ OTPകൾ അല്ലെങ്കിൽ പാസ്വേഡുകൾ ആരുമായും പങ്കുവെക്കരുതെന്നും RBI മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ അറിയിപ്പ് ഡിജിറ്റൽ പണമിടപാടുകളിൽ വർദ്ധിച്ചു വരുന്ന വ്യാജ QR കോഡ് തട്ടിപ്പുകളും പേരുമാറ്റിയുള്ള തട്ടിപ്പുകളും തടയുന്നതിനായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ UPI സംവിധാനത്തിൽ സുപ്രധാന സുരക്ഷാമാറ്റം നടപ്പിലാക്കിയിരിക്കുകയാണ്. പുതിയ നിബന്ധന പ്രകാരം ജൂൺ 1 മുതൽ ഗൂഗിൾ പേ, ഫോൺപേ, പേടിഎം ഉൾപ്പെടെയുള്ള എല്ലാ UPI ആപ്പുകളിലും പണം അയക്കുന്നതിന് തൊട്ടുമുമ്പുള്ള കൺഫർമേഷൻ സ്ക്രീനിൽ പണം സ്വീകരിക്കുന്ന വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള യഥാർത്ഥ പേര് മാത്രമേ കാണിക്കുകയുള്ളൂ. മുൻപ് QR കോഡുകളിലോ UPI IDകളിലോ ഉപയോക്താക്കൾക്ക് തങ്ങളുടെ ഇഷ്ടമുള്ള ബിസിനസ് പേരുകളോ വിളിപ്പേരുകളോ സെറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. തട്ടിപ്പുകാർ ഈ സൗകര്യം ദുരുപയോഗം ചെയ്ത് പ്രമുഖ കമ്പനികളുടെയോ വ്യക്തികളുടെയോ പേരുകളിൽ വ്യാജ QR കോഡുകൾ നിർമ്മിച്ച് ആളുകളെ പറ്റിക്കുന്നത് വ്യാപകമായ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ നിയന്ത്രണം. ഇനി മുതൽ ഉപയോക്താവ് ഫോൺ കോൺടാക്റ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന പേരോ QR കോഡിൽ നൽകിയിരിക്കുന്ന വ്യാജ വിവരങ്ങളോ പേയ്മെന്റ് സ്ക്രീനിൽ വരില്ല. പകരം ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്ത ഔദ്യോഗിക പേര് നേരിട്ട് സ്ക്രീനിൽ തെളിയും. ഈ സുരക്ഷാ ഫീച്ചർ വരുന്നതോടെ പണം കൈമാറുന്നതിന് മുൻപ് അക്കൗണ്ട് ഉടമ ആരെന്ന് കൃത്യമായി ഉറപ്പുവരുത്താൻ പണം അയക്കുന്നയാൾക്ക് സാധിക്കും. ഉദാഹരണത്തിന് കടകളിൽ സ്ഥാപിച്ചിരിക്കുന്ന QR കോഡുകളിൽ കടയുടെ ബോർഡിലെ പേരിന് പകരം ഉടമയുടെ ബാങ്ക് അക്കൗണ്ടിലെ യഥാർത്ഥ പേരായിരിക്കും ഇനി ഉപയോക്താക്കൾ കാണുക. കൂടാതെ UPI ആപ്പുകളിൽ ഉപയോക്താവിന് തന്നെ ഗുണഭോക്താവിന്റെ പേര് എഡിറ്റ് ചെയ്യാനോ മാറ്റം വരുത്താനോ ഉള്ള ഓപ്ഷനുകളും NPCI പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. വ്യാജ ഐഡന്റിറ്റി കാണിച്ച് പണം തട്ടിയെടുക്കുന്ന രീതിക്ക് ഇത് വലിയൊരു പരിധിവരെ തടയിടും. ഇതോടൊപ്പം ഉയർന്ന തുകയുടെ പണമിടപാടുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പിൻ നമ്പറുകൾക്ക് പുറമെ ബയോമെട്രിക് വെരിഫിക്കേഷൻ, അതായത് വിരലടയാളം അല്ലെങ്കിൽ ഫേസ് ID പോലുള്ള കൂടുതൽ സുരക്ഷാ ഘട്ടങ്ങളും ആപ്പുകളിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. പുതിയ മാറ്റങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നതിനായി ഉപയോക്താക്കൾ തങ്ങളുടെ UPI പേയ്മെന്റ് ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. പണം അയക്കുന്നതിന് മുൻപ് സ്ക്രീനിൽ കാണിക്കുന്ന പേരുദ്ദേശിച്ച വ്യക്തിയുടേത് തന്നെയാണെന്ന് ഉറപ്പാക്കാനും വ്യത്യാസമുണ്ടെങ്കിൽ ഇടപാട് ഉടനടി റദ്ദാക്കാനും ഉപയോക്താക്കൾ ശ്രദ്ധിക്കണം. അടുത്തറിയിപ്പ് UPI അധിഷ്ഠിത പണമിടപാടുകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ATM വഴിയുള്ള കാർഡ്ലെസ് ക്യാഷ് പിൻവലിക്കലുകൾക്കും ജൂൺ 1 മുതൽ ബാങ്കുകൾ പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. നിലവിൽ ATM കാർഡുകൾ ഇല്ലാതെ മൊബൈൽ ആപ്പുകളിലെ QR കോഡ് സ്കാൻ ചെയ്ത് പണം പിൻവലിക്കുന്ന UPI ATM സൗകര്യം ജനങ്ങൾക്കിടയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എന്നാൽ പുതിയ നിബന്ധന പ്രകാരം ഇത്തരത്തിൽ UPI ഉപയോഗിച്ച് നടത്തുന്ന ATM പിൻവലിക്കലുകളെയും ബാങ്കുകൾ ഓരോ മാസവും ഉപയോക്താക്കൾക്ക് നൽകുന്ന 5 സൗജന്യ ATM ഇടപാടുകളുടെ പരിധിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുവരെ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള പിൻവലിക്കലുകൾക്ക് മാത്രമായിരുന്നു
ഈ 5 സൗജന്യ ഇടപാടുകളുടെ പരിധി ബാധകമായിരുന്നതെങ്കിൽ ഇനി മുതൽ കാർഡ് വഴിയുള്ളതോ UPI വഴിയുള്ളതോ ആയ എല്ലാത്തരം ATM പിൻവലിക്കലുകളും ഈ 5 എണ്ണത്തിന്റെ പരിധിയിൽ ഒന്നിച്ച് കണക്കാക്കും. നിശ്ചിത മാസത്തെ ഈ 5 സൗജന്യ ഇടപാടുകളുടെ പരിധി കഴിഞ്ഞാൽ അടുത്ത തവണ UPI വഴി ATMിൽ നിന്ന് പണം പിൻവലിക്കുമ്പോഴും ബാങ്കുകൾ സാധാരണ ഡെബിറ്റ് കാർഡുകൾക്ക് ഈടാക്കുന്നത് പോലെ തന്നെ പ്രത്യേക അധിക നിരക്കുകളും നികുതികളും ഈടാക്കുന്നതാണ്. ATM വഴിയുള്ള പണമിടപാടുകളുടെ എണ്ണം നിയന്ത്രിക്കാനും ഡിജിറ്റൽ UPI പേയ്മെന്റുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് ബാങ്കുകൾ ഈ പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. അടുത്ത അറിയിപ്പ്, രാജ്യത്തെ വിവിധ പ്രമുഖ ബാങ്കുകൾ തങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾക്കായി ഒട്ടനവധി സർവീസ് ചാർജുകളിലും റിവാർഡ് പോയിന്റ് നയങ്ങളിലും ജൂൺ മാസം മുതൽ സുപ്രധാനമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പുതിയ പരിഷ്കാരങ്ങൾ പ്രകാരം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് വീട്ടുവാടക നൽകുന്നതിനും വൈദ്യുതി, വെള്ളം, ഗ്യാസ് തുടങ്ങിയ യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കുന്നതിനും ഈടാക്കുന്ന പ്രോസസ്സിംഗ് ഫീസുകളും അനുബന്ധ ചാർജുകളും ബാങ്കുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഇത്തരം ഇടപാടുകൾ വാണിജ്യാവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് തടയാനും ബാങ്കുകളുടെ പ്രവർത്തന ചെലവ് ക്രമീകരിക്കാനും വേണ്ടിയാണ് ഈ നടപടി. അടുത്തത്, യെസ് ബാങ്കുമായി സഹകരിച്ച് ഭാരത് പേ ആപ്പിലൂടെ UPI പേയ്മെന്റുകളിൽ വിപ്ലവകരമായ മാറ്റം കുറിച്ചുകൊണ്ട് ഭാരത് ഫ്ലെക്സ് എന്ന പുതിയ സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ്. ഉപയോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ പോലും കടമായി UPI പേയ്മെന്റുകൾ നടത്താൻ സഹായിക്കുന്ന ഈ ഫീച്ചർ പൂർണ്ണമായും ക്രെഡിറ്റ് കാർഡുകൾക്ക് സമാനമായാണ് പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ ലഭിക്കുന്ന ക്രെഡിറ്റ് തുക 45 ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ പ്രത്യേക പലിശയോ അധിക നിരക്കുകളോ ഈടാക്കുന്നതല്ല. കടമായി ഉപയോഗിക്കുന്ന തുക ഒന്നിച്ചടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 3 മുതൽ 12 തവണകളായി തിരികെ നൽകാനുള്ള സൗകര്യം ഇതിലുണ്ട്. സ്റ്റോറുകളിലെ QR കോഡ് സ്കാനിംഗ്, ബിൽ പേയ്മെന്റുകൾ, റീചാർജ്, ഷോപ്പിംഗ്, ട്രാവൽ തുടങ്ങിയ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.